എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പക്ക ഒരു പോളിഷ് ചെയ്തതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ സ്പോട്ട് ഒന്നുമില്ല. ഞാൻ അന്നെങ്കിൽ പലയിടത്തും കൊണ്ടുപോയിട്ട് പേപ്പറിന് വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളാം, നല്ലതായിട്ട്. നമസ്കാരം, വെഗാസ്റ്റാർ ആണ്. വൈസെഡ് ഇവന്റ് മാനേജ്മെന്റ് ഉടമ സിജിൻ പൊന്നച്ചൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വാട്ടർ സ്പോട്ട് റിമൂവൽ ഉണ്ട്. അവിടെ വണ്ടിക്ക്, സിജിൻ്റെ വണ്ടിക്ക് നല്ല വണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യാനാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. വാട്ടർ സ്പോട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. നല്ല വാട്ടർ സ്പോട്ടാണ്. രാത്രിയിലെ വിഷ്വൽസ് മുകളിൽ നോക്കിയാൽ കാണാം. ശരിക്കും ഇതൊരു മഴ സമയത്ത് ഈ പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം മങ്ങിപ്പോവും. ശരിക്കും ആ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ മതി. നല്ല വാട്ടർ സ്പോട്ടാണ്. വാട്ടർ സ്പോട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സിജിന് വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മളത്. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് നമ്മൾ ഈ വാട്ടർ സ്പോട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ വെറ്റ് സ്പേസിൽ മാത്രമേ, വെറ്റായിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമ്മൾ അടിക്കാവൂ. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നുണ്ടാവും, ആദ്യം ഇത് വെള്ളമാണ്, നോർമൽ വാട്ടർ സ്പ്രേ ചെയ്യാൻ. ഒരു ചെറിയ പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നല്ല ഹാർഡായിട്ടുള്ള വാട്ടർ സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ പാർട്ട് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. പാർട്ട് ബൈ പാർട്ടായിട്ട് ഫുള്ള് ചെയ്യും, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് പാർട്ടാണ്. വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടാവും. ഇനി നമ്മൾ വാട്ടർ സ്പോട്ട് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. കാണുന്നുണ്ടോ? ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യണതിൻ്റെ ആവശ്യമില്ല. 27 ml ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ കോട്ടൺ ക്ലോത്താണ്. കോട്ടൺ ക്ലോത്തിൽ നമ്മൾ, ഇത് വെറ്റായിട്ടുള്ള കോട്ടൺ ക്ലോത്താണ്. ഈ കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ റബ്ബ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പാർട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുക. ഇത് കുറച്ച് വലിയ പാർട്ടാണ്. എന്നാലും സ്പ്രേ ചെയ്യുന്നതിന് പകരം നിങ്ങൾ വെള്ളം പൈപ്പിൽ ഒഴിച്ചാലും മതി കേട്ടോ. പൈപ്പിൽ നിങ്ങൾ പ്രഷർ വാഷിലോ ബക്കറ്റിലോ ഒഴിച്ചാലും മതി. വെറ്റ് ഏരിയ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലരും ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ വാട്ടർ സ്പോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനത്തിന് പെയിൻറ്റിന് എന്തെങ്കിലും കേടുപാട് പറ്റുമെന്ന്. ഈ വാഹനത്തിൻ്റെ പെയിൻറ്റിലുള്ള വാട്ടർ സ്പോട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള വാട്ടർ സ്പോട്ട് ഉണ്ട്. ആ വാട്ടർ സ്പോട്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഹാഫ് മാത്രമേ, ഈ ബോണറ്റിൻ്റെ ഹാഫ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ഷിബിന് ചെയ്യുന്നത്, ഇപ്പോൾ ഷിബിനോട് തന്നെ ചോദിക്കണം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് തന്നെ വിളിച്ച് ചോദിക്കാം എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് പറ്റിയിട്ടുണ്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ 2 ഭാഗവും കാണുന്നുണ്ടാവും. ഇത് വലതുവശത്തെ ഭാഗം, ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ്. ഇടതുവശത്തെ ഭാഗം ക്ലീൻ ചെയ്യാനുള്ള അതിൻ്റെ വാട്ടർ സ്പോട്ട് നന്നായിട്ട് കാണുന്നുണ്ട്. 2 ഭാഗത്തെയും വ്യത്യാസം മനസ്സിലാവണമെന്ന് കരുതുന്നു. ഇതാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 2 ഭാഗവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ കാറിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. മുഴുവൻ ഗ്ലാസ്സിലേ മാറി, ബോഡിയിലേ മാറി, ഒരു ബ്രാൻഡ് ന്യൂ കാറായി മാറി. സിജിന്റെ കാര്യം ശ്രദ്ധിച്ചോ? ഈ വണ്ടി ബ്രാൻഡ് ന്യൂ എടുത്ത സമയത്ത് ഗ്ലാസ് പോലെയല്ലേ ഇപ്പോൾ ആയിരിക്കുന്നത്.
അതാണ് നമ്മൾ പറയുന്ന ഗ്യാരണ്ടി. ഇത് നിങ്ങൾ വിസിബിൾ ആയിട്ടുള്ള നമ്മൾ വാട്ടർ സ്പോട്ട് മാറിയതിന് കൂടെ ഇത് കാണാത്ത നമ്മൾ അൺവിസിബിൾ ആയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഗ്ലാസ് ഇപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ആയിരിക്കണം. ഗ്ലാസിൻ്റെ വിസിബിലിറ്റി കൂടിയിരിക്കണം.